ഹായ് ഗൈസ്, രണ്ടാമത്തെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനാണ് ജാവാസ്ക്രിപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ വീഡിയോയിൽ. ക്വസ്റ്റ്യൻ ഇതാണ്: ഡെവലപ്പ് എ വെബ് പേജ് വിത്ത് 2 text boxes and a button labeled show. The user can enter a number in the first text box on clicking the button, the second text box should display the sum of all numbers up to the given number. Write the required JavaScript. ഞാൻ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയാം. വെബ് പേജ് ഡെവലപ്പ് ചെയ്യാനാണ് 2 ടെക്സ്റ്റ് ബോക്സ് കൊടുത്തിരിക്കും. അതിൽ ഷോ എന്നുള്ളൊരു ബട്ടൺ നമ്മളിവിടെ കൊടുത്ത് ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ദ യൂസർ ക്യാൻ എൻ്റർ എ നമ്പർ ഇൻ ദ ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സ്. ഇവിടെ ഒരു നമ്പർ നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ അതുവരെയുള്ള എന്നിട്ട് നമ്മൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ സം ഓഫ് ദാറ്റ് നമ്പേഴ്സ് അപ് ടു ഗിവൺ ലിമിറ്റ് നമുക്ക് കാണും. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഇതെങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം HTML ഹെഡ്, നമ്മളിവിടെ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു, ഇത് ഹെഡിലാണ് നമ്മൾ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് എഴുതുന്നത്. ഹെഡിൽ നമ്മൾ ഫങ്ഷൻ മാത്രമാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ആ ഫങ്ഷൻ സം എന്ന് പേര് കൊടുത്തിരിക്കുന്നു. നമ്മൾ സം കാണുന്നതിന് വേണ്ടി സം ആദ്യം എസ് ഈക്വൽ ടു വാരിയബിൾ ഡിക്ലെയർ ചെയ്ത് ഇതിനാവശ്യമായ വാരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. എസ് ഈക്വൽ ടു 0 കൊടുത്തിട്ടുണ്ട്. ലൂപ്പ് കൺട്രോൾ ചെയ്യാനായിട്ട് ഐ എന്നുള്ളൊരു വാരിയബിൾ കൊടുത്തിരിക്കണം. പിന്നെ നമ്മുടെ ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിൻ്റെ വാല്യൂ ഒരു ലിമിറ്റ് എന്ന് പറയുന്നൊരു വാരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂ കിട്ടാൻ വേണ്ടി ഡോക്യുമെൻറ്റ് ഡോട്ട് ഫോം നെയിം ഡോട്ട് ടെക്സ്റ്റ് ബോക്സിൻ്റെ പേര് ഡോട്ട് വാല്യൂ അത് നമ്പറാക്കി, അത് സ്ട്രിങ് ആണ്, അതിനെ നമ്പറാക്കി ലിമിറ്റിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഫോർ ലൂപ്പിൽ ഐ ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ 1 to ആ ലിമിറ്റ് വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മ് റിപ്പീറ്റായിട്ട് കണ്ടുപിടിക്കുന്നു. രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സിൽ ആ സമ്മിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. ഇത്രയാണ് ആ സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നത്. ഹെഡ് ക്ലോസ് ചെയ്യുന്നു, ബോഡി ടാഗ് ആരംഭിക്കുന്നു, ഫോം പേര് കൊടുത്തിരിക്കുന്നു, ഫോം നെയിം ഈക്വൽ ടു FRM. നമ്മളൊരു ലിമിറ്റ് എൻ്റർ ദ ലിമിറ്റ് നമ്മൾ അവിടെ ഔട്ട്പുട്ടിൽ കണ്ടു. അതുപോലെ ഒരു ടെക്സ്റ്റ് ബോക്സ് കൊടുത്തു, അതിന് TXT1 എന്ന് പേര് കൊടുത്തു. പിന്നെ 2 ബ്രേക്ക് ഇട്ടിട്ട് ഗ്യാപ്പ് ഇടാൻ വേണ്ടിയിട്ട് സം ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞൊരു ടെക്സ്റ്റ് ബോക്സ് കൊടുത്തു, അതിന് TXT2 എന്ന് കൊടുത്തു. ഒരു ബട്ടൺ കൊടുത്തു, അതിന് വാല്യൂ, ബട്ടണിന് വാല്യൂ ആണ് ഈ ഷോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഷോ എന്ന് പറയും. അത് ക്ലിക്ക് ചെയ്യാനായിട്ടുള്ള ഫങ്ഷൻ മൗസ് മൂവ്മെൻ്റ് ആണ്. ഓൺ ക്ലിക്ക് ഈക്വൽ ടു ആ ഫങ്ഷൻ്റെ പേര് കൊട്ടേഷനിൽ കൊടുക്കുന്നു. ഫങ്ഷൻ്റെ പേര് പറഞ്ഞിട്ട് നമ്മൾ ആ 2 ബ്രാക്കറ്റ് ഇടും ഫങ്ഷൻ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയാണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത്. ഫോം ക്ലോസ് ചെയ്യുന്നു, ബോഡി ക്ലോസ് ചെയ്യുന്നു, HTML ക്ലോസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രോഗ്രാമിൽ ചെയ്തിട്ടുള്ളത്. ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂസ് കൊടുക്കാം. വാല്യൂ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വേണം ഔട്ട്പുട്ട് എഴുതാനായിട്ട്. അതിൽ വാല്യൂ കൊടുക്കണം, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, അപ്പോൾ ആ നമ്പർ വരും. ഓക്കെ, താങ്ക് യു.